എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആരോഗ്യത്തിനുള്ള രഹസ്യം, അതാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്വന്തം ശരീരത്തെ രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നാലും പ്രശ്നമല്ല. നിങ്ങൾക്കത് മാറ്റാൻ കഴിയും. സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. സന്തോഷം മനസ്സിൽ ഉൾക്കൊള്ളാൻ തുടങ്ങുക. സന്തോഷം എന്നത് മനസ്സിൽ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. സന്തോഷം അനുഭവിക്കുന്നു എന്ന സ്വിച്ചിന്മേൽ നിങ്ങൾ വിരൽ വച്ചിരിക്കുകയാണ്. ആ സ്വിച്ച് അമർത്തുക. ഉറപ്പോടെ അമർത്തിപ്പിടിക്കുക. ചുറ്റുപാടും സംഭവിക്കുന്നത് എന്തോ ആകട്ടെ. ഡോക്ടർ ബെൻ ജോൺസൺ പറയുന്നത് ഇങ്ങനെയാണ്: ശരീരത്തിൽ നിന്ന് സമ്മർദ്ദം ഒഴിവാക്കുക. അപ്പോൾ ശരീരം അതിൻ്റെ സഹജമായ പ്രവർത്തനം നടത്തും. സ്വയം രോഗശാന്തി ഉണ്ടാക്കും. രോഗത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾ ഒരു പോരാട്ടം നടത്തേണ്ട കാര്യമില്ല. നിഷേധ ചിന്തകളെ ഉപേക്ഷിക്കുക എന്ന ലളിതമായ പ്രക്രിയ മാത്രം ചെയ്താൽ മതി. പ്രകൃതിദത്തമായ ആരോഗ്യാവസ്ഥ നിങ്ങൾക്കുള്ളിൽ തനിയെ സംജാതമാകും. ശരീരം സ്വയം രോഗശാന്തി നേടും. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത് പറയുന്നു: പ്രവർത്തനം നിലച്ചുപോയ വൃക്കകൾ പുനർജീവൻ നേടി തിരിച്ചു വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാൻസർ മാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാഴ്ചശക്തി മെച്ചപ്പെടുന്നതും നഷ്ടപ്പെട്ട കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. രഹസ്യം കണ്ടെത്തുന്നതിന് മുൻപ് ഏകദേശം 3 വർഷക്കാലം ഞാൻ വായിക്കാൻ കണ്ണട ഉപയോഗിച്ചിരുന്നു. ഒരു ദിവസം രാത്രി ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെ ചരിത്രത്താളുകളിലൂടെ രഹസ്യത്തിൻ്റെ വിജ്ഞാനം തേടുകയായിരുന്നു. വായിക്കുന്നത് എന്താണെന്ന് കാണാൻ വേണ്ടി കണ്ണടയെടുക്കാനായി ഞാൻ അറിയാതെ എൻ്റെ കൈകൾ പരതുന്നത് ഞാൻ അറിഞ്ഞു. പെട്ടെന്ന് ഞാൻ സ്തംഭിച്ചു നിന്നുപോയി. എന്താണ് ഞാൻ ഇപ്പോൾ ചെയ്തത് എന്ന തിരിച്ചറിവ് ഇടിമിന്നൽ പോലെ എൻ്റെ മനസ്സിൽ പതിച്ചു. പ്രായം കൂടുന്തോറും കാഴ്ചശക്തി കുറയും എന്ന പൊതുപഠനം ഞാനും കേട്ടിട്ടുണ്ട്. ആളുകൾ പത്രവും മറ്റും കൈനീട്ടി അകലത്തിൽ പിടിച്ച് വായിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രായം കൂടുമ്പോൾ കാഴ്ച കുറയും എന്ന ചിന്ത എൻ്റെ മനസ്സിലും സ്ഥാനം പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ അവസ്ഥയെ വിളിച്ചു വരുത്തി. അത് ഞാൻ ബോധപൂർവം ചെയ്തതല്ല, എങ്കിലും ഫലത്തിൽ ഞാനത് ചെയ്തിരുന്നു. എൻ്റെ ചിന്തകൾ വഴി ഞാൻ എന്നിലേക്ക് വരുത്തിയത് എനിക്ക് മാറ്റാൻ കഴിയും എന്ന് എനിക്കറിയാം. ആ നിമിഷം മുതൽ 21 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് എങ്ങനെ കാഴ്ചശക്തി ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ ഇപ്പോഴും എൻ്റെ കാഴ്ചശക്തി എന്ന് ഞാൻ സങ്കല്പിച്ചു. വെളിച്ചം കുറഞ്ഞ റെസ്റ്റോറൻറ്റിലും വിമാനത്തിലും കമ്പ്യൂട്ടറിന് മുന്നിലും എല്ലാം ഇരുന്ന് ഞാൻ അനായാസത്തിൽ വായിക്കുന്ന ദൃശ്യം ഞാൻ മനസ്സിൽ കണ്ടു. എനിക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്